TP കേസ് പ്രതികൾക്ക് എസ്കോർട്ടിന് സീനിയർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. കോടതി പരിസരത്തും യാത്രയിലും കൂടുതൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ടാകും. കൊടിസുനിയുടെ മദ്യപാനത്തിൽ കേസെടുക്കാൻ പോലീസ് നിയമോപദേശം തേടി. കൊടിസുനിയും കൂട്ടരും കോടതി പരിസരത്ത് വെച്ചതിന് മുൻപും മദ്യപിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, വിശദാംശങ്ങൾ. കൊടിസുനിയുടെ സംഘത്തിന്റെ മദ്യസേവ വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇന്നലെ പുറത്തു വരികയും ചെയ്തതോടുകൂടി അത് പൊതു ഇടത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെ 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ കൊടിസുനിയുടെ യാത്രകൾ നോക്കൂ. ആ യാത്രകളിൽ അത് TP കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട എല്ലാ യാത്രകളിലും വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട കേസുകളുടെ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങ് വെക്കണമെന്ന സാധാരണമായ നിയമമുണ്ട്. അതുപോലും കൊടിസുനിയുടെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ TP കേസ് പ്രതികളുടെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ കൂളായി ആ കാറിനുള്ളിൽ പോയി മദ്യം എടുത്ത് കുടിക്കുന്ന കൊടിസുനിയും ഷാഫിയും ഒക്കെ ആ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാം. കൊടിസുനിയുടെ കയ്യിൽ ആ സമയത്ത് വിലങ്ങ് വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാലും അവിടെ പോയി പുറത്തെ ഹോട്ടലിൽ പോയി മദ്യപിക്കാൻ കഴിയുമായിരുന്നില്ല. തലശ്ശേരി കോടതിയുടെ ജില്ലാ സെഷൻസ് കോടതിയുടെ നേരെ ഓപ്പോസിറ്റ് ആയുള്ള വിക്ടോറിയ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. നേരത്തെ ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലായിരുന്നു. ഇപ്പോൾ ബിയർ വൈൻ പാർലർ മാത്രമായാണ് പ്രവർത്തിക്കുന്നത്. ആ ഹോട്ടലിന്റെ പുറത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ കൊടിസുനിയും കൊടിസുനിയുടെ അനുയായികളും കൂട്ടാളികളും എല്ലാം കൂടി മദ്യപിക്കുകയും അതിന് ഈ എസ്കോർട്ട് പോയ 3 പോലീസുകാർ സാക്ഷികളായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത് അതിന് മുമ്പിൽ വെച്ചാണ്, ആ ഹോട്ടലിന് മുമ്പിൽ വെച്ചാണ്. എന്തായാലും ആ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോ കുറെ കൂടി കർശനമായ നിയമങ്ങളിലേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതില് സീനിയർ ഉദ്യോഗസ്ഥരെ എസ്കോർട്ടിന് നിയമിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സാധാരണഗതിയിൽ എയർ ക്യാമ്പിലെ പോലീസുകാരെയാണ് സാധാരണഗതിയിൽ അവിടേക്ക് ഈ കേസുകളിലേക്ക് എസ്കോർട്ടിന് വിടുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. സാധാ പോലീസുകാരാണ്, മിക്കവാറും ട്രെയിനിങ് പോലീസുകാരൊക്കെ ആയിരിക്കും. അവർ സർവീസിലേക്ക് കയറിയിട്ടൊക്കെ ഉണ്ടാവും. അവർക്ക് ഇതിന്റെ പ്രശ്നങ്ങളൊന്നും കൃത്യമായി അറിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഈ അത്തരം ട്രെയിനിങ് പോലീസുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് കുറെ കൂടി സീനിയറായ പോലീസുകാരെ അയക്കാൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് അതുപോലെ കോടതിയുടെ പരിസരത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൂടി അവിടെ വിന്യസിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ കാരണവശാൽ ഈ എസ്കോർട്ട് പോകുന്ന പോലീസുകാർ ഇവർക്ക് ഏതെങ്കിലും കൂടുതൽ അനുമതി നൽകുകയോ വഴിവിട്ട സഹായങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൂടി അവിടെ കോടതി പരിസരത്തും യാത്രയിലുമൊക്കെ നിരീക്ഷണത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മദ്യപാനത്തിന് കേസെടുക്കാൻ നിയമോപദേശം തേടിയെന്നാണ് പോലീസ് പറയുന്നത്. അത് മാത്രമല്ല, കൊടിസുനിയും കൂട്ടരും കോടതി പരിസരത്ത് വെച്ച് ഇതിനു മുമ്പും മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. അത് ഈ ഹോട്ടലിൽ നിന്ന് കിട്ടിയ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതേ ഹോട്ടലിൽ വെച്ച് തന്നെ പല പ്രാവശ്യം ഇവർ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. പക്ഷെ ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ച് അവർക്ക് കൺഫ്യൂഷൻ തീരുന്നില്ല. അതായത് ഈ ജയിലിന്റെ ഉള്ളിൽ പെടുമോ ഈ പുറത്തു നിന്നുള്ള മദ്യപാനം എന്ന കാര്യത്തിലാണ് പോലീസിന് കൺഫ്യൂഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഈ പോകുന്ന വഴി ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന വഴി പുറത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേസെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതാണ് പോലീസിനെ അലട്ടുന്ന ഒരു ചോദ്യം. സ്വാഭാവികമായും അതിൽ നിയമോപദേശം വരട്ടെ, എന്നിട്ട് കേസെടുക്കാം എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പരസ്യ മദ്യപാനത്തിന് സാധാരണഗതിയിൽ ഈ ഏതെങ്കിലും പരസ്യമായ ഒരു സ്ഥലത്ത് വെച്ച് ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കെതിരെ പരസ്യ മദ്യപാനത്തിന് കേസെടുക്കുന്ന പോലീസാണ്. അവർക്ക് വളരെ സാധാരണഗതിയിൽ കേസെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ എന്തായാലും ഇക്കാര്യത്തിൽ കൊടിസുനിയുടെ കാര്യത്തിൽ നിയമോപദേശം വരട്ടെ എന്ന കാത്തിരിപ്പിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ശരി സുനിൽ.